പശ്ചിമേഷ്യയിൽ ഉയരുന്ന യുദ്ധമേഘങ്ങൾ സാധാരണ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പരിധി കടന്നിരിക്കുകയാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളവും ഊർജത്തിനെയും നേരിട്ട് ലക്ഷ്യമിടുന്ന ഒരു ഭീകര ഘട്ടത്തിലേക്കാണ് ഈ സംഘർഷം മാറുന്നത്. പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ വെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടാൻ തയ്യാറാകുന്നുവെന്ന സൂചനകൾ ശക്തമാണ്. ഇതോടെ യുദ്ധം ഇനി സൈനികരുടെ പോരാട്ടമല്ല, സാധാരണ ജനങ്ങളുടെ ജീവനിലേക്കുള്ള നേരിട്ടുള്ള ആക്രമണമായി മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ജീവൻ തന്നെ വെള്ളത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. മരുഭൂമി പ്രദേശങ്ങളായതിനാൽ ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ വലിയൊരു വിഹിതം കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ലഭിക്കുന്നത്. ഈ പ്ലാന്റുകൾ തകർന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നഗരങ്ങൾ വെള്ളമില്ലാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. ആശുപത്രികളുടെ പ്രവർത്തനം നിർത്തും, വ്യവസായങ്ങൾ അടഞ്ഞുപോകും, മനുഷ്യജീവിതം തകർന്നടിയും. ഒരു സൈനിക ആക്രമണത്തെക്കാൾ ക്രൂരമായ മനുഷ്യാവകാശ ദുരന്തമായിരിക്കും അത് സമ്മാനിക്കുക. യുദ്ധം ജയിക്കാൻ ശത്രുവിന്റെ സൈന്യത്തെ തോൽപ്പിക്കേണ്ടതില്ല, ജനങ്ങളുടെ ജീവൻ നിശ്ചലമാക്കുന്ന സംവിധാനങ്ങളെ തകർക്കുക മതി എന്ന ഭീകരതയാണ് ഇവിടെ ഇനി കാണാൻ പോകുന്നത്. ഇതോടൊപ്പം ഊർജ്ജ മേഖല ലക്ഷ്യമാകുമ്പോൾ പ്രത്യാഘാതം ലോകവ്യാപകമാകും. ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തിലെ വലിയൊരു എണ്ണ വിതരണം നടക്കുന്നു. ഈ വഴിയിൽ ചെറിയൊരു തടസ്സം പോലും ആഗോള വിപണിയെ ഇനിയും കുലുക്കും. എണ്ണവില ഇനിയും ഉയരും, സാമ്പത്തിക വ്യവസ്ഥകൾ തളർന്ന് തകർപ്പണമാകും. ഇറക്കുമതികളിൽ ആശ്രയിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കനത്ത ആഘാതം നേരിടും. പെട്രോൾ വില ഉയരുന്നത് മുതൽ സാധനങ്ങളുടെ വിലക്കയറ്റം വരെ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് അസഹനീയമാകും. ഇതോടെ ഒരു പ്രാദേശിക യുദ്ധം ഗ്ലോബൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വളരാൻ ഇടയാകും. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ആക്രമിച്ചാൽ ഇപ്പോഴുള്ള പ്രോക്സി യുദ്ധം ഒരു പൂർണ്ണ യുദ്ധമായി മാറും. US സൈനിക താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങളുടെ നഗരങ്ങൾ, എണ്ണശേഖരങ്ങൾ എല്ലാം ആക്രമണങ്ങൾക്ക് വിധേയമാകും. മിസൈലുകളും ഡ്രോണുകളും നിറഞ്ഞ ആകാശം, രാത്രിയിലും ഉറക്കം നഷ്ടപ്പെട്ട നഗരങ്ങൾ, ഭയം നിഴലിച്ച മനുഷ്യർ, ഇതെല്ലാം യാഥാർത്ഥ്യമായി മാറും. സൈനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ യുദ്ധത്തെ കൂടുതൽ അപകടകരമാക്കുന്നു എന്ന് വേണം പറയാൻ. ഹൈപ്പർസോണിക് മിസൈലുകൾ, AI നിയന്ത്രിത ഡ്രോണുകൾ, കൃത്യമായ ലക്ഷ്യങ്ങൾ തകർക്കുന്ന സംവിധാനങ്ങൾ എല്ലാം ചേർന്ന് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. ഇത് മാത്രമല്ല, സൈബർ യുദ്ധവും ഈ സംഘർഷത്തിന്റെ പ്രധാന ഘടകമായി മാറും. ബാങ്കിംഗ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, വിമാന സർവീസുകൾ എല്ലാം ഡിജിറ്റൽ സിസ്റ്റങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ സിസ്റ്റങ്ങൾ തകർത്താൽ ഒരു രാജ്യം യുദ്ധമില്ലാതെ തന്നെ മുട്ടുകുത്തും. വൈദ്യുതി ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, സാമ്പത്തിക ഇടപാടുകൾ നിലച്ച ഒരു സമൂഹം വളരെ വേഗത്തിൽ തകർന്നടി. ഇതാണ് 21ാം നൂറ്റാണ്ടിലെ യുദ്ധത്തിന്റെ യഥാർത്ഥ രൂപം. കണ്ണു തുറന്ന്, ചെവി തുറന്ന്, ചിന്തിക്കാത്ത തലച്ചോറ് കൊണ്ട് ചിന്തിക്കാത്ത നരഭോജികൾ പോലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന, നാശം വിതയ്ക്കുന്ന യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത്. സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അതീവ ഗുരുതരമാകും. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എണ്ണയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എണ്ണ ഉൽപാദനം തകരുമ്പോൾ അവരുടെ വരുമാനം ഇടിയും. വിദേശ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് പോലും ജോലിയും കൂലിയും ഇല്ലാതെ അപകടത്തിലാണ്. ജോലി നഷ്ടപ്പെടൽ, സുരക്ഷാ പ്രശ്നങ്ങൾ, നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കുകൾ എല്ലാം ഒരു വലിയ മാനുഷിക പ്രശ്നമായി ഇനിയും ഉയരും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ഇതിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇറക്കുമതി ചെലവ് കൂടും, രൂപയുടെ മൂല്യം താഴും, വിലക്കയറ്റം കുത്തനെ ഉയരും. ഇതെല്ലാം ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത മനുഷ്യാവകാശ ദുരന്തമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടി വരും. ഭക്ഷണം, വെള്ളം, വൈദ്യുതി എല്ലാം ലഭ്യമല്ലാത്ത അവസ്ഥ. യുദ്ധം നീണ്ടാൽ ചില രാജ്യങ്ങൾ തന്നെ പരാജിത രാജ്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതായത് സർക്കാർ നിയന്ത്രണം നഷ്ടപ്പെടുന്ന, അനിശ്ചിതത്വം നിറഞ്ഞ പ്രദേശങ്ങളായി മാറും. ഈ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഭാവിയിലെ യുദ്ധങ്ങൾ സൈനിക ശക്തിയുടെ മാത്രം കാര്യമല്ല എന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, വെള്ളം, വൈദ്യുതി, ഡേറ്റ ഇവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഇവയാണ് ഇനിയുള്ള യുദ്ധത്തിന്റെ ആയുധങ്ങൾ. അതോടൊപ്പം സാമ്പത്തിക സമ്മർദ്ദം, സൈബർ ആക്രമണം, സൈനിക ആക്രമണം ഒക്കെ കൂടി ചേർന്ന ഒരു ഹൈബ്രിഡ് യുദ്ധമാണ് ഭാവിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു സാധാരണ യുദ്ധമല്ല, മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന വിഭവങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര ആക്രമണത്തിന്റെ തുടക്കമാണ്. ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് ആ സംഘർഷത്തിൽ ഇറങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ ആഘാതം എത്തും. ഭാവിയിലെ യുദ്ധങ്ങൾ ഭൂമി പിടിക്കാനല്ല, ജീവിതം നിയന്ത്രിക്കാനാണെന്ന സത്യത്തെ ഈ സംഘർഷം വീണ്ടും തെളിയിക്കുകയാണ്. വെള്ളവും ഊർജവും ഡേറ്റയും നിയന്ത്രിക്കുന്നവരാണ് ഇനി യുദ്ധം ജയിക്കുക. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിന്റെ അവസാനം എന്നത് ഒരു സമാധാനപരമായ ഒത്തുതീർപ്പല്ലെങ്കിൽ അത് തൊണ്ട പൊട്ടി മരിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ ദുരന്തം കൂടി കണ്ടു നിൽക്കേണ്ട നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ട് നിർത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്.